ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ റെസിപ്പി ചപ്പാത്തിയും പിന്നെ ബീട്രൂട്ടുള്ളൊരു കറിയാണ്. നല്ല രസമുള്ള കറിയാട്ടോ. ഈ കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ. അങ്ങനെ കണ്ടും നമുക്ക് ഇഷ്ടപ്പെടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിയും കറിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് മെമ്മലിന് പൊടി എടുക്കുക, നമ്മൾ ഗോതമ്പ പൊടി. അതിന് ശേഷം ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ അതിന് മേലെ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അരമണിക്കൂർ വെക്കുക. എന്നാൽ ഓരോ ഉണ്ടകളാക്കിയിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുത്തതിന് ശേഷം പിന്നെ അത് ചെറിയ തീ വെച്ചിട്ട് ചെറുതാക്കി തീ വെക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ്, നല്ല കട്ടില്ലാത്ത ചപ്പാത്തിയാണ്. അങ്ങനെ കട്ടില്ലാത്ത പരത്തും വേണം ചപ്പാത്തി. പിന്നെ എന്നിട്ട് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായി ചപ്പാത്തി കംപ്ലീറ്റ് പരത്തിയെടുത്തതിന് ശേഷം ഇവിടെ കട്ടില്ലാത്ത ചപ്പാത്തിയാണ്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കറി റെഡിയാക്കാം. കറിക്ക് വേണ്ട ഒരു കഷ്ണം ബട്ടർ, പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ചത് കുറച്ച് മതിയിട്ട്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ബീട്രൂട്ട് നല്ല രസമുണ്ടാക്കി. ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കറി. എന്നതിന് ശേഷം ഇതിങ്ങനെ കോരിയെടുക്കും. അത് വാടിയതിന് ശേഷം അതിന് ശേഷം ഒരു ഉള്ളി മതി. അത് നന്നായി കട്ടില്ലാതെ മുറിച്ചതിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി നന്നാ പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പക്ഷെ അതൊന്ന് വാടി നല്ല 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ പൊടി മല്ലിപ്പൊടി. ശേഷം പിന്നെ തിരിച്ച് നമ്മളെ ഉള്ളി ഉരുളങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. വാടി വന്നു പിന്നെ കട്ടില്ലാത്ത തേങ്ങാപ്പാൽ ഉണ്ടാവില്ല, രണ്ടാമത്തെ പാൽ, അത് വെച്ചെടുക്കുക. അതിലേക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പ്, പട്ടപ്പൊടി ഉണ്ടല്ലോ, പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായി വെന്തുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ പാൽ, കട്ടിയുള്ള ആദ്യത്തെ പാൽ, കട്ടിയുള്ള പാൽ അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കറി റെഡി. എല്ലാ ടേസ്റ്റുള്ള കറി. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി.